നിങ്ങൾ ഏത് വലിയ വിജയം കൈവരിച്ച ഏത് ബിസിനസ് ലീഡർമാരെ നോക്കിയാലും അവരുടെ തുടക്കം ആത്മാർത്ഥമായ ഒരു വ്യക്തിപരമായ ആത്മാർത്ഥമായ ഒരു പരിശ്രമം അതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു സ്ട്രെയിഞ്ച് അതിനുള്ള അവർക്കൊരു സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിൻ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സുഹൃത്തെ ഏത് വ്യാപാരികളും നോക്കിയിട്ട് അവരുടെ തുടക്കത്തിലത്തെ ഓട്ടം അത് അതിമനോഹരമായ ഓട്ടമായിരുന്നു. ആ ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടുള്ള അവരുടെ ഒരു കാൽവെപ്പുകൾ മുഴുവൻ വിജയത്തിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും ചില സമയങ്ങളിൽ തോൽവികൾ നേരിടേണ്ടി വന്നാലും ആ തോൽവികൾക്ക് മുൻപിൽ പോലും പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു മനോധൈര്യവും ഒരു ശക്തിയുമൊക്കെ ജീവിതത്തിൽ ആർജിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുന്ന കല യോജിച്ച് പോകാൻ സാധിക്കൂ. പല വീഴ്ചകളും അവിടെ ഉണ്ടാകാൻ സാധിക്കും. ഞാൻ പലപ്പോഴും കണ്ടുവരുന്ന ചില പല ഉയർച്ചകൾ നേടുന്ന പല ഈ ആദ്യകാല സംരംഭകർ എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടാകുകയും ആ ഉയർച്ചയിൽ കൃത്യതയോടുകൂടി നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങളെ വിലയിരുത്താൻ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും ഈ ഇൻകം ടാക്സ് തുടങ്ങിയ സർക്കാരിൻ്റെ ചില കാര്യങ്ങളിൽ തട്ടിത്തടഞ്ഞ് വീഴുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ കാരണം ഈ സാമ്പത്തികമായ അച്ചടക്കം അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ കണക്കുകൾ, ബാലൻസ് ഷീറ്റുകൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഓരോ കണക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓരോ മാസത്തെ റിപ്പോർട്ടും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ കൃത്യമായ സ്റ്റഡി ഉണ്ടാകാനായിട്ട് സാധിക്കും. അല്ലാതെ തകർന്നു പോയ പലരും എനിക്കറിയാം.